സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ബിഗ് ബോസ് തന്നെയാണ്. നിങ്ങളെല്ലാവരും കണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ്. അതിൽ ആദ്യമേ എടുത്ത് പറയേണ്ടത് പുതിയ വൈൽഡ് കാർഡ് എൻട്രി ലക്ഷ്മി. പുള്ളിക്കാരി അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുരോഗമനം പറയുന്ന ഒരാളായിട്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് പുരോഗമനം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ അകത്ത് ആദ്യം എല്ലാവരും വരുമ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫേക്കായിട്ട് നിൽക്കാൻ നോക്കും. പക്ഷേ അത് കൂടിപ്പോയ ഒരാഴ്ച എന്ന് പറഞ്ഞത് ശരിക്കും സത്യമാണെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. കാരണം ലക്ഷ്മിയുടെ ഓരോ സംഭാഷണവും ഓരോരുത്തരായിട്ടുള്ള സംഭാഷണം കേട്ടാൽ, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന രീതി കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര പുരോഗമനം കയറിയ ആളാണ്. ലേഡീസിന് വേണ്ടി സംസാരിക്കുന്ന അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള പുരോഗമനമുള്ള ആളാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇന്നലെ ആദിലയും നൂറേയും പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് അവരവിടെ പറഞ്ഞു. ഭയങ്കര വൃത്തികെട്ട രീതിയിലായിരുന്നു ആ സംസാരം. സീരിയസ്ലി ആ ആദില ഇരുന്ന് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു പാവം തോന്നിപ്പോയി. കാരണം അതിനെതിരെ ആരും പ്രതികരിച്ചില്ല. സാധാരണ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന അക്ബർ. ഒന്നുകിൽ അക്ബർ അത് നേരെ കേട്ടില്ല, ഒന്നുകിൽ അത് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചതെന്ന്. കാരണം എന്തൊക്കെയാ പറയുന്നത്, സമൂഹത്തിൽ പോലും അംഗീകരിക്കാത്ത അവളുമാരെ സപ്പോർട്ട് എനിക്ക് വേണ്ട, പുരോഗമനം പറയുന്ന ഒരാളുടെ വായിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. ഇതേ ലക്ഷ്മിയാണ് എണീറ്റ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അക്ബറിനെതിരെ പറഞ്ഞത് എന്തുവാ, ഭക്ഷണം കഴിക്കുന്ന വാ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ പരാമർശിച്ച ഒരാളാണ് ഇത്രയും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അവരുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം അവരങ്ങനെ ആയിപ്പോയി. അതിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സമൂഹം അംഗീകരിക്കില്ല. പിന്നെ എന്തിനാണ് ഇയാൾ ഈ പുരോഗമനം തള്ളിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? ഇതാണ് പറഞ്ഞ, കുറെ നാളൊക്കെ അതിൻ്റെ അകത്ത് ഫേക്കായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റും, നമ്മുടെ നിലപാടുകൾ മാറ്റി പറയാൻ പറ്റും. പക്ഷെ ഒരു സമയം എത്തുമ്പോൾ എല്ലാം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിച്ചതാണ് ഇന്നലെ കണ്ടത്. കഴിഞ്ഞ വർഷത്തെ സീസണിലാണല്ലോ അഭിഷേക് ഉണ്ടായിരുന്നത്. അതെ, അഭിഷേക് ഉണ്ടായിരുന്നു. അതേ വ്യക്തി അന്ന് ഇതേപോലൊരു പരാമർശം നടത്തിയപ്പം എന്തോ എന്തോ ശിക്ഷ എന്തൊക്കെ കൊടുത്തല്ലോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഡയറക്റ്റ് നോമിനേഷനോ വാണിങ്ങോ എന്തൊക്കെ കൊടുത്തു. ഇനി ഇതുപോലെ പറയുവാണെങ്കിൽ പുള്ളിക്കാരൻ പുറത്തു പോകും, ആ രീതിയിലൊക്കെ ആയിരുന്നു സംസാരം. അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കണം. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന്. ആരും അവിടെ പ്രതികരിച്ചില്ല. ആദിലേറെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കണ്ടത്. ഞാൻ കരുതി ആദിലെങ്കിലും എന്തെങ്കിലും ചോദിക്കുമായിരിക്കും. പക്ഷേ എന്തോ പുള്ളിക്കാരി അത് കേട്ടിട്ട് ചിലപ്പം ഷോക്കായി പോയി കാണും. കാരണം ലക്ഷ്മിയെ പോലെ ഒരു പുരോഗമനവാദി, ഫേക്ക് പുരോഗമനവാദി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മേ ബി പുള്ളിക്കാരുടെ വായിൽ നിന്നാണോ ഇത് വന്നത് എന്ന രീതിയിലുള്ള നോട്ടമായിരുന്നു അത്. ഭയങ്കര ഒരു ദയനീയ നോട്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു, വീട്ടുകാർ പോലും അക്സെപ്റ്റ് ചെയ്യാതെയൊക്കെയാണ് ഇതുവരെ എത്തിയത്. അപ്പം പെട്ടെന്ന് ഒരാൾ ഇങ്ങനെയും കൂടെ ഈ ഷോയ്ക്കകത്ത്, അതും പുരോഗമനം പറയുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മേ ബി ഷോക്കായി പോയി കാണാം. അതുകൊണ്ടായിരിക്കും. എന്തായാലും അത് പറയാതിരിക്കാൻ വയ്യ. അടുത്ത എപ്പിസോഡിൽ എന്തായാലും അത് ചോദ്യം ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം അഭിഷേകിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ചോദ്യം ചെയ്യണം, ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണം. പിന്നെ എടുത്ത് പറയേണ്ടത് ടാസ്ക് വളരെ നല്ല ടാസ്ക് ആയിരുന്നു. നൂറയ്ക്കാണ് പവർ കൊടുത്തത്. എന്താണ്, നൂറയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന മുതലാളി. ആ രീതി, അവിടെ എക്സിക്യൂട്ട് ചെയ്ത രീതി എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ അക്ബർ ആയാലും എല്ലാവരും അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടാസ്കൊക്കെ നല്ലപോലെ ചെയ്തു. പിന്നെ ഗോൾഡ് കോയിനും അതുപോലെ ബ്ലാക്ക് കോയിൻസ് ആർക്കും കൊടുത്തില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഗോൾഡ് കോയിൻസൊക്കെ ഇങ്ങനെ ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബാക്കി വന്നത് കൊടുക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. അതുപോലെ സമയത്തിന് അത് എന്തുവാ, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറയുടെ പവറും കൂടെ പോകും. മീൻസ് നൂറയ്ക്ക് കുറേ സൂപ്പർ പവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടെ നഷ്ടമാകും. അത് പക്ഷേ എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ അത് ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ, അതായത് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ 2-3 പേർക്കൊക്കെ പിടി കിട്ടിയിട്ടുണ്ട്. അത് മേ ബി ഞാൻ ഒരു ക്ലിപ്പ് കണ്ടതാണ്, അത് ലൈവിലെ ക്ലിപ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തുവാ, അതിൽ അബി ഉണ്ടായിരുന്നു. വേറെ ആരൊക്കെ, അബിയെ മാത്രമേ എനിക്ക് ഓർമ്മ കിട്ടുന്നുള്ളൂ. വേറൊരു ലേഡിയും വേറൊരു ബോയും ഉണ്ടായിരുന്നു, ഞാൻ മറന്നു ആരാണ്. അബിയെ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളൂ. അവരിത് സംസാരിക്കുന്നുണ്ട്. കാരണം അതിൽ നൂറ വന്നിരുന്ന് പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് സമയത്തിന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടും എന്ന രീതിയിൽ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നെ വിളിച്ച് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ബിഗ് ബോസ് ഇതൊക്കെ പറഞ്ഞു എന്ന് അവിടെ ഇരുന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് പറയരുതായിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് അതിനകത്ത് പലർക്കും അത് മനസ്സിലായത്. രണ്ടാമത്തത് മസ്താനിയായിരുന്നു. പലർക്കും അത് മനസ്സിലായത് അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് നൂറയുടെ വായിൽ നിന്ന് വീണു പോയതാണ്. ഇനി അവരുടെ രീതിയിലുള്ള ഗെയിം പ്ലാൻസും കാര്യങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഗോൾഡ് കോയിൻ
കിട്ടും. നല്ലപോലെ പെർഫോം ചെയ്താൽ ഗോൾഡ് കോയിൻ കിട്ടും. അതിലുപരി അവിടെ പെർഫോം ചെയ്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ, 50 സെക്കൻഡോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ 100 പവേഴ്സ് പോയിക്കൊണ്ടിരിക്കും. വേണമെങ്കിൽ അങ്ങനെയും കളിക്കാം. ഒരു ഗോൾഡ് കോയിന് വേണ്ടി അല്ലാതെ വേണമെങ്കിൽ വേറെ രീതിയിൽ കളിച്ച് 100 പവർ കളയുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തർ ഗെയിം പ്ലാൻസ് പോലെ ചെയ്യും. അതിൽ 2-3 പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തായാലും കാണാം. പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ കയ്യാങ്കളി അടിയൊക്കെ ആവുന്നത്. പിന്നെ പറയേണ്ടത് അതെല്ലാം കഴിഞ്ഞിട്ടുള്ള സർക്കസ്. ശരിക്കും പറഞ്ഞാൽ അനീഷ് ഞെട്ടിച്ച് കളഞ്ഞു പെർഫോമൻസ്. ആ മൃഗങ്ങളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനീഷിനെ. കാരണം ഏകദേശം 1 മണിക്കൂർ, എങ്ങനെ പോയാലും 1.5 മണിക്കൂർ ആ പരിപാടി പുള്ളിക്കാരൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അത്ര നല്ല രീതിക്ക് അത് ഹോസ്റ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത്, അതായത് എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഈ 2-3 ദിവസം, ഇനി 2-3 ദിവസമല്ല, ഈ എന്തുവാ ചെരുപ്പുണ്ടാക്കുന്ന ഫാക്ടറിയിൽ ടാസ്ക് എത്രത്തോളം നീളുന്നോ അത്രത്തോളം ആ സർക്കസിൻ്റെ ഇത് നീണ്ടുപോകും. കാരണം ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളാവുന്നുണ്ട്, പ്രൊമോയിൽ കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ അഖിൽമാരാറും അഭിഷേക്, പിന്നെ പുള്ളിക്കാരുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, സെറീന, ഇവരെല്ലാവരും ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂവിയുടെ പ്രൊമോഷനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രൊമോ കണ്ടപ്പോൾ അഖിൽമാരാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ ശരിക്കും ആദ്യം പോയത്, ഈ സീസൺ കഴിഞ്ഞിറങ്ങിയിട്ട് ബിഗ് ബോസിനെ ഒരുപാട് കുറ്റം പറഞ്ഞ ആളാണ് അഖിൽമാരാർ എന്ന് പറയുന്നത്. ആ അഖിൽമാരാർ പിന്നെയും തിരിച്ച് ബിഗ് ബോസിലേക്ക് തിരിച്ച് വിളിച്ചാൽ പോലും വരത്തില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. കാരണം ഇറങ്ങിയ ശേഷം ഒരുപാട് കുറ്റം പറഞ്ഞു. പക്ഷേ ഈ ഷോയല്ല കുറ്റം പറഞ്ഞത്, അതിൻ്റെ അണിയറ പ്രവർത്തകരെയാണ്. അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം അഡ്രസ്സ് ചെയ്ത് പുള്ളിക്കാരൻ, ആ സമയത്ത് എനിക്ക് ചാനലൊന്നുമില്ല, അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ അകത്ത് നടക്കുന്ന വേറെ രീതിയിലുള്ള മാൽ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് തലപ്പത്തിരിക്കുന്ന ആളായാലും, മീൻസ് ഈ ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറേ പേരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പേരൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം അവരൊക്കെ മാറി എന്നാണ് കുറേ പോസ്റ്റൊക്കെ കണ്ടത്. അതായത് ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ പ്രവർത്തകരാണ് ഇപ്പം ഇത് കൊണ്ട് ഹോസ്റ്റല്ല ഈ ഷോ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും അഖിൽമാരാർ വന്നത്, എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ ഒന്ന് സ്ട്രൈക്ക് ചെയ്തപ്പം അത് പറഞ്ഞതേ ഉള്ളൂ. മൂവിയുടെ പ്രൊമോഷനായിട്ടാണ് വന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, മൂവിയുടെ പ്രൊമോഷൻ തന്നെയാണ്. അതുപോലെ അഭിഷേകായാലും സെറീന, ഇവരെല്ലാവരും വന്നത് എന്തിനാണ്? മൂവിയുടെ പ്രൊമോഷൻ തന്നെയാണ്. ഞാൻ കരുതി, ശരിക്കും പറഞ്ഞാൽ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ കരുതി അന്നത്തെ പോലെ മറ്റേ നമ്മുടെ ഏതോ ഒരു സീസണിൽ, അഖിൽമാരാറിൻ്റെ സീസണിൽ അല്ലെന്ന് തോന്നുന്നു, രജിത് സാറിനെയും നമ്മുടെ ഡോക്ടർ റോബിനെയും ഇടയ്ക്കൊന്ന് കയറ്റി വിട്ടായിരുന്നു. റോബിൻ അകത്തുപോയി പിന്നെ പുറത്തുപോയി. ആ ഒരു സീസൺ, അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കരുതി അങ്ങനെ എങ്ങാനും വന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അല്ല, മൂവിയുടെ പ്രൊമോഷനായിട്ട് വന്നതാണ്. അഖിൽമാരാർ അത്യാവശ്യമല്ല, നല്ല പ്ലെയർ ആയതുകൊണ്ടാണ് കപ്പടിച്ചത്. ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ആളാണ്. അതായത് പുള്ളിക്കാരൻ ഭയങ്കര മൈൻഡ് ഗെയിമർ തന്നെയാണ്, അത് ഒരു ഡൗട്ടും ഇല്ല. കാരണം പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂ, ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു റീൽ കണ്ടായിരുന്നു. അതിലും പറയുന്നുണ്ട്, ഈ എന്തുവാ പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന അങ്ങനെ പേരെന്തുവാ, ഈ പേര് ഞാൻ വിട്ടുപോയി പെട്ടെന്ന്. ആ ഒരു ആക്ടർ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരൻ, അവർ രണ്ടുപേരാണല്ലോ കൂട്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും രഹസ്യം പറയണമെങ്കിൽ, മീൻസ് അവിടെ രഹസ്യം പറച്ചിൽ അറിയാമല്ലോ, എന്ത് പറഞ്ഞാലും ബാക്കി കൂടെ കേൾക്കും. അപ്പം അവർക്ക് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടെങ്കിൽ ആ രഹസ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കും അവിടെ എന്തെങ്കിലും വലിയ അടി നടക്കും. അതായത് എല്ലാവരും കൂടെ ചേർന്ന് വലിയ അടിയാണ്. ബിഗ് ബോസ് ആണ്, ഡെയിലി അടി കാണും. എന്തെങ്കിലും അടി നടക്കുന്ന സമയത്ത് ഇവർ മാറിയിരുന്ന് അത് സംസാരിക്കും. കാരണം എന്താണ്? ഇവരെ ഫോക്കസ് ചെയ്യാതെ ക്യാമറ എല്ലാം അവരായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അടിയാവുമ്പോൾ കണ്ടന്റ് എന്തായാലും പുറത്തു പോകണം, നല്ലൊരു കണ്ടന്റ് പോകണം. അത് ഇവരുടെ രഹസ്യം പറച്ചിലിനേക്കാളും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ അടിയായിരിക്കും. അപ്പോൾ ആ സമയത്താണ് അവർ രഹസ്യം പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധികളുണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ. അങ്ങനെ തന്നെയാണ് കപ്പടിച്ചത്. അത് അങ്ങേരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സാധനം അതിൻ്റെ അകത്ത് സംഭവിക്കുന്നില്ല. ഈ ബിഗ് ബോസ് ഇങ്ങനെ ഓരോ ട്വിസ്റ്റുകൾ കൊടുക്കുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ടാസ്കുകൾ മാറി കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് അത് മനസ്സിലാക്കി ചെയ്യുന്നില്ല. അഖിൽമാരാർ വന്നപ്പോഴും അതാണ് പറഞ്ഞത്, ടാസ്ക് ലെറ്ററിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അകത്തുള്ള പഴുതുകളും കൊടുത്തേക്കും, സൂക്ഷിച്ച് വായിച്ചാൽ നല്ലപോലെ കളിക്കാൻ പറ്റുമെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരും യൂസ് ചെയ്യാനായിട്ട് ആദ്യം വന്ന സമയത്ത് അനീഷ് 2-3
ടാസ്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷും അങ്ങ് മാറി, എല്ലാവരെ പോലെ തന്നെയായി. അത് ശരിക്കുമുള്ള കാര്യമാണ്. ആ ടാസ്ക് ലെറ്ററിൽ തന്നെ കാണും പല കാര്യങ്ങളും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വായിച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ജയിക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ കൊണ്ടാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലാതെ പോകുന്നത്. അന്ന് ആ തൊപ്പി തലയിൽ വയ്ക്കുന്ന ടാസ്ക് ആയാലും അത് അവസാനം അടിയിലാണ് കലാശിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാമായിരുന്നു. അത് അതിനൊരു ഫിസിക്കൽ ഗെയിമായിട്ട് മാറ്റി. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ അതിലെ കണ്ടസ്റ്റൻസ് കുറച്ചുകൂടെ ക്രൂക്കഡായിട്ട് ഒരു മൈൻഡ് ഗെയിം, അതിൽ 24 മണിക്കൂറിൽ ലാലേട്ടൻ വന്നാൽ പറയുന്നതാണ്, ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ മനി മനി പറഞ്ഞ് അങ്ങേർക്ക് തന്നെ മടുത്ത്. അത് അവരോടൊന്ന് ചിന്തിക്കണം, ഇത് മൈൻഡ് ഗെയിമാണ്, ഫിസിക്കൽ മാത്രമല്ല എന്ന് ചിന്തിച്ച് കുറച്ചുകൂടെ ലോജിക്കലി കളിച്ചാൽ ഒരുപാട് കാലം കൂടെ അതിൻ്റെ അകത്ത് നിൽക്കാൻ, പലർക്കും അതിൻ്റെ അകത്ത് കപ്പും അടിക്കാം. ഞാൻ പറഞ്ഞല്ലോ രേണുസുധിയുടെ കാര്യം, സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് പുള്ളിക്കാരി അത് യൂസ് ചെയ്തില്ല. പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് റിയലായിട്ട് നിൽക്കുന്ന പുള്ളിക്കാരി മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാർക്ക് അതിൻ്റെ അകത്തൊന്നും ഇല്ല ചെയ്യാൻ. സപ്പോർട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആകെ തളർന്നു, വയ്യ, ഫുഡ് അങ്ങനെ കുറേ തളർന്നു. ഒരു കണ്ടന്റ് പുള്ളിക്കാർക്കായിട്ട് കൊടുക്കാനില്ല, വേറെ ഒന്നുമില്ല പുള്ളിക്കാർക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുധിച്ചേട്ടൻ അങ്ങനെ, പിന്നെ സങ്കടം വരുന്നു, വീട്ടിൽ പോകണം. അതായത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്ത്രീ അതിൻ്റെ അകത്ത് പെട്ടുപോയി. അതായിരുന്നു പുള്ളിക്കാരിയുടെ അവസ്ഥ. പുള്ളിക്കാരി കുറച്ചുകൂടെ ആക്റ്റീവായി, നല്ലപോലെ കുറച്ച്, അങ്ങനെ ഭയങ്കര ആക്റ്റീവൊന്നുമല്ല, കുറച്ച് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇപ്പോഴും അതിൻ്റെ അകത്ത് നിന്നേനെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഔട്ടായി പോയി. കുറേ നാളും കൂടെ അതിൻ്റെ അകത്ത് നിൽക്കുമായിരുന്നു. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കപ്പൊന്നും അടിക്കില്ല, പക്ഷെ അതിൻ്റെ അകത്ത് നിൽക്കുമായിരുന്നു, അത് ഉറപ്പായിരുന്നു, കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ. കാരണം ഇത്രയും ക്യാമറ കണ്ണുകളിൽ അവർ പെടുന്നില്ല, പെടാതെ മാറി മാറി അങ്ങ് പോവുകയാണ്. അവർക്കായിട്ടൊരു കണ്ടന്റ് കൊടുക്കാനില്ല. അവസാനമൊക്കെ ആയപ്പോൾ, അവസാനമല്ല, ആദ്യം മുതലേ അത് തന്നെയാണ്. മസ്താനി വന്ന സമയത്ത് ഒരു പാട്ട് പാടി ഡാൻസ് കളിച്ചു, അത് മാത്രമാണ് ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം അവരെ കണ്ടത്. ഓക്കെ, ഔട്ടായവരെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.